അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കൂടെയുള്ള നല്ല ഈശോയെ നമ്മളിപ്പോൾ ആരാധിക്കുകയാണ്. നമുക്ക് മുട്ടുകുത്തി നിന്ന് നല്ല ഈശോയുടെ സാന്നിധ്യത്തെ സ്നേഹപൂർവ്വം ഓർത്ത് ഒന്നുചേർന്ന് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ഈശോയെ, ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെയുള്ള കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു. ഓരോ നിമിഷവും അങ്ങ് നൽകുന്ന എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം നൽകുന്നു. കർത്താവായ ദൈവമേ, ഈ നിമിഷം ഈ സമൂഹത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ജീവിക്കുന്ന കർത്താവേ, ഈ തിരുവോസ്തിയിൽ അങ്ങ് ഇവിടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ല ഈശോയെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിച്ച് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി നല്ല ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാവനറൂഹായേ, പറന്നിറങ്ങുക വേഗം, ശാന്തിദായകനേ അറിയുക എൻ്റെ ദാഹം. പാവനറൂഹായേ, പറന്നിറങ്ങുക വേഗം, ശാന്തിദായകനേ അറിയുക എൻ്റെ ദാഹം. മണ്ണിലും വിണ്ണിലും നിറഞ്ഞിടുന്നൊരു സ്നേഹം, ആത്മാവിൽ അഭിഷേകം ചെയ്യണമെന്നും അഖിലേശ. മണ്ണിലും വിണ്ണിലും നിറഞ്ഞിടുന്നൊരു സ്നേഹം, ആത്മാവിൽ അഭിഷേകം ചെയ്യണമെന്നും അഖിലേശ.
ദിവ്യകാരുണ്യനാഥനായ ഈശ്വര മുമ്പിൽ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ തുറന്നുപിടി ശാന്തമായിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, ഈ കാലഘട്ടം മുഴുവനും ദൈവം നമുക്ക് നൽകിയ നന്മകളെ നന്ദിയോടെ ഓർത്ത് അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നല്ല ദൈവത്തിന് മുമ്പാകെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഓരോ നിമിഷവും അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, ഈ ആലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായി എന്നെ കൊണ്ടുവന്നതിന് ഞാൻ നന്ദി പറയുന്നു. അനേകം ആളുകൾക്ക് ലഭിക്കാത്ത വലിയ ഭാഗ്യമാണ് അങ്ങ് എനിക്ക് തന്നിരിക്കുന്നത്. കർത്താവായ ദൈവമേ, അങ്ങയുടെ അങ്കണത്തില്, അങ്ങയുടെ ആലയത്തില് ആശ്വാസം കണ്ടെത്തിയ കുരുവിയെ പോലെ അങ്ങേ സന്നിധിയില് എന്നെ ചേർത്ത് വെച്ച് ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദുഷ്ടന്റെ കൂടാരത്തില് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തില് ഒരു ദിവസമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ നല്ല ദൈവമേ, അങ്ങേ പക്കലേക്ക് എൻ്റെ മനസ്സിനെയും എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ആരാധിക്കും ദൈവമേ, സ്തുതി പറയും ദൈവമേ, സ്തോത്രം പറയും ദൈവമേ, മഹത്വപ്പെടുത്തുക കർത്താവേ. ഓരോ നിമിഷം അങ്ങ് നൽകുന്ന നന്മകളെ സ്തുതി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സായാഹ്നത്തിൽ അങ്ങയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നുള്ള കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശാന്തമായി നിൽക്കുന്ന ഈ നിമിഷം നമ്മുടെ ജീവിതത്തെ ദൈവം നടത്തിയ വഴികളെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എത്രയോ പാപികളും ബലഹീനരും ദുർബലരുമായ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് എത്രയോ നന്മകൾ തന്നിരിക്കുന്നു. അനേകർക്ക് ലഭിക്കാത്ത വലിയ തെരഞ്ഞെടുപ്പിലൂടെ, വലിയ ഭാഗ്യത്തിലൂടെ നമ്മളെ ഈ ഭവനത്തിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഈ ഭവനത്തിലായിരിക്കുവാനും അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മളെ തിരഞ്ഞെടുത്ത നല്ല ദൈവത്തോട് മനസ്സിൽ നന്ദിയോടെ നമുക്കായിരിക്കാം. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നിങ്ങൾ എന്നെയല്ല എന്ന കർത്താവിൻ്റെ വചനം നമുക്ക് ഓർമ്മിക്കാം. ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അഹ്റോനെ തിരഞ്ഞെടുത്തതുപോലെ, മോശയെ തിരഞ്ഞെടുത്തതുപോലെ, ദാവീദിനെ തിരഞ്ഞെടുത്തതുപോലെ, സാവൂളിനെ തിരഞ്ഞെടുത്തതുപോലെ പ്രത്യേക കരുണ കൊണ്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആ നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇങ്ങനെ നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, അങ്ങെന്നെ തിരഞ്ഞെടുത്തതിന്, അങ്ങയുടെ സ്വന്തമായി എന്നെ കണക്കാക്കിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലഘട്ടത്തിലെ എൻ്റെ പോരായ്മകൾ പരിഗണിക്കാതെ, എൻ്റെ കുറവുകൾ ഓർമ്മിക്കാതെ എന്നെ അനുഗ്രഹിച്ച, സ്വന്തമായി കണക്കാക്കിയ നല്ല തമ്പുരാനെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു.
യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തോട് അങ്ങ് കരുണയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തിന്മകളിൽ നിന്ന്, എല്ലാ തകർച്ചകളിൽ നിന്ന്, എല്ലാ ദുരിതങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, അങ്ങേക്ക് ആരാധന. പുത്രനായ യേശുവേ, അങ്ങേക്ക് ആരാധന. ആത്മാവായ ദൈവമേ, അങ്ങേക്ക് ആരാധന. ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധന. ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ തിരുനാമത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. അവിടുത്തെ സന്നിധിയിലേക്ക് പൂർണ്ണമായി അർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആലയത്തിൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വിശുദ്ധ വചനം വായിക്കാനായി ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിന് 21 അധ്യായങ്ങളാണുള്ളത്. അതിൽ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് തിബേരിയസ് കടൽ തീരത്ത് വെച്ചും, അത് ഗലീല കടൽ തീരത്ത് വെച്ച് യേശു ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണ്. ഉയർപ്പിക്കപ്പെട്ട ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന നിമിഷമാണത്. നമുക്കറിയാം, പെസഹായുടെ ദിനം വ്യാഴാഴ്ച അത്താഴം കൊടുത്ത് യാത്രയായി പോന്നപ്പോഴാണ് ഈശോ പിടിക്കപ്പെടുന്നത്. ആ രാത്രിയിൽ, ഉറങ്ങാത്ത രാത്രി ഈശോ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. വെള്ളിയാഴ്ച ഈശോ വധിക്കപ്പെട്ടു. അന്ന് ആ കല്ലറിൽ അടക്കം ചെയ്യപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് സാബത്ത് കഴിയുമ്പോൾ ഞായറാഴ്ച പ്രഭാതത്തിൽ യേശു ഉയർപ്പിക്കപ്പെട്ടു എന്ന വാർത്ത ഉണ്ടാകുന്നത്. ഇതെല്ലാം കണ്ടും കേട്ടും പരിഭ്രാന്തര ശിഷ്യന്മാർ അവിടം വിട്ട് ഓടിപ്പോയി. പല സ്ഥലങ്ങളിൽ ചെതറിപ്പോയി. ഈ ചെതറിപ്പോയവരെല്ലാം 3-4 ദിവസം കഴിഞ്ഞാണ് പാത്തും പതുങ്ങിയും പഴയ വീട്ടിലേക്ക് എത്തുന്നത്. ആ പഴയ വീട്ടിൽ അവർ ഒന്നിച്ചിരിക്കുമ്പോഴാണ് ശിമയോൻ പത്രോസ് അവരോട് പറഞ്ഞത്, ഇതാ ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന്. കുറച്ച് ദിവസമായി ശരിക്കും ഭക്ഷണം പോലും കഴിച്ചിട്ട് പുറത്തിറങ്ങത്തില്ല. കയ്യിൽ 10 പൈസയില്ല. എങ്ങനെയെങ്കിലും ഇച്ച മീൻ പിടിച്ച് അതുകൊണ്ടുപോയി വിറ്റ് ഇത്തിരി കാശ് കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം എന്ന് വെച്ച് ശിമയോൻ പത്രോസ് മീൻ പിടിക്കാൻ പോയതാണ് ആ പശ്ചാത്തലം. അങ്ങനെ മീൻ പിടിക്കാൻ പോയപ്പോൾ കൂടെ അവരും പോരുന്നു എന്ന് പറഞ്ഞ് കുറച്ച് ശിഷ്യന്മാരും കൂടെ പോയി. ആ രാത്രിയിൽ വല വീശിയിട്ട് അവർക്കൊന്നും കിട്ടിയില്ല എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം സാക്ഷ്യപ്പെടുന്നത്. പ്രഭാതമായപ്പോൾ കടൽ തീരത്ത് വന്നു നിന്ന യേശു അവരോട്, കുഞ്ഞുങ്ങളെ, നിനക്ക് മീനൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഒന്നും കിട്ടിയില്ലെന്ന് അവർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വലതുവശത്തേക്ക് വല വീശാൻ പറഞ്ഞു. അങ്ങനെ വല വീശിയപ്പോൾ ആ വല നിറച്ച് മീനെ കിട്ടി. ആ മീൻ നിറഞ്ഞ വലയുമായി വലിച്ചു കയറ്റി കരയെ വന്നപ്പോൾ അവർ കാണുന്നത് യേശു കടൽത്തീരത്ത് ഇവർക്ക് വേണ്ടി അപ്പവും മീനും ഒരുക്കി വെച്ചിരിക്കുന്ന രംഗമാണ്. ഇങ്ങനെ അപ്പവും മീനും ഒരുക്കി വെച്ചിരിക്കുന്ന നിമിഷത്തിലാണ് ഈശോ ശിമയോൻ പത്രോസ് ചോദിക്കുന്നത്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്നും. 3 പ്രാവശ്യം ഈശോ ചോദ്യം ചോദിച്ചു. 3 പ്രാവശ്യവും ശിമയോൻ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവനെ സഭയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കും. ഈ സംഭവത്തിന് ശേഷം നടക്കുന്ന വചനഭാഗത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിയുമ്പോൾ ഈശോ പത്രോസ് പറഞ്ഞ വചനമുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. യോഹന്നാൻ 21:18. ഈശോ ശിമയോൻ പത്രോസ് പറയുക, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ
നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമായപ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും വേറൊരാൾ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് യേശു പറഞ്ഞത് അവൻ ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു പത്രോസുണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് ധാരാളം അർത്ഥമുള്ളതാണ്. ആദ്യം പറയുന്ന വചനം എന്താ? നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കി, നീ സ്വയമായി പല കാര്യം ചെയ്തു വെച്ചു, നീ സ്വയമായി പല സ്ഥലത്തും പോയി. അത് നിനക്ക് സ്വന്തം തീരുമാനമെടുക്കാം, നിനക്ക് സ്വന്തമായി ചില കാര്യം ചെയ്യാം, സ്വന്തമായി പോകാം. പക്ഷേ നീ പ്രായമാകുമ്പോൾ എന്ത് ചെയ്യും? നിൻ്റെ തീരുമാനങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. നീ എന്താ ചെയ്തു വെക്കുന്നത്? മറ്റുള്ളവർ നീട്ടിത്തരുമ്പോൾ നിൻ്റെ കൈ അവർ വലിച്ചു നീട്ടിക്കെട്ടുക, നിന്നെ കൊണ്ടുപോവുകയാണ്, ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം നിലയിൽ നിശ്ചയിക്കാനുള്ള നിൻ്റെ അവസ്ഥ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും, നമ്മൾ ഈ പ്രായമാകുമ്പോൾ എന്ന് പറഞ്ഞു വെക്കുന്നത് ആത്മീയ പ്രായമാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് സ്വന്തമായി ചില കാര്യങ്ങൾ ചെയ്യാനും തീരുമാനമെടുക്കാനും പറ്റുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ദൈവത്തിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് ചേർന്ന് വരുന്ന പ്രായമാകുമ്പോൾ സ്വന്തം തീരുമാനങ്ങളൊക്കെ അവസാനിക്കാറായും. മറിച്ച് ഇനി ദൈവം എന്ത് പറയുന്നു, ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അതനുസരിച്ച് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ് ആത്മീയത. സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സെന്താണെന്നാണ്. ഈശോ പറഞ്ഞ അവസാനം പറഞ്ഞത് നീ എന്നെ അനുഗമിക്കുക എന്നാണ് പറഞ്ഞു വെച്ചത്. അതായത് നീ എൻ്റെ കൂടെ വരേണ്ടത് സ്വന്തം ചിന്തയും സ്വന്തം തീരുമാനങ്ങളും അനുസരിച്ചല്ല, മറിച്ച് നിന്നോട് എന്ത് കൽപ്പിക്കുന്നുവോ, നിന്നോട് എന്ത് ആവശ്യപ്പെടുന്നുവോ ഇതനുസരിച്ച് പോരുമ്പോഴാണ് ആത്മീയതയെ വളരാൻ പോകുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ചില ആവശ്യങ്ങൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആലോചനകളും നമ്മുടെ നിശ്ചയങ്ങളൊക്കെ കറക്റ്റാണ് നമുക്ക് തോന്നും. പക്ഷെ ചിലപ്പോൾ അതായിരിക്കണം എന്നില്ല ദൈവം നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. ദൈവം പ്രതീക്ഷിക്കുന്നതനുസരിച്ച് പോകുമ്പോഴാണ് നമ്മൾ വളരാൻ പോകുന്നത്. നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് പോയാൽ കുറച്ച് വളർന്നിട്ട് അവിടെ നിൽക്കും. മറിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് നിശ്ചയിച്ച് കഴിയുമ്പോൾ അതനുസരിച്ച് പോവുകയാണെങ്കിൽ അവിടെ ശാശ്വതമായതും ശ്രേഷ്ഠവുമായ വളർച്ച ഉണ്ടാകും. നീ സ്വയം അരമുറുക്കി പോയ വഴിക്കല്ല നീ പോകേണ്ടത്. മറ്റുള്ളവർ നിൻ്റെ അരമുറുക്കുകയും നിൻ്റെ കൈ കെട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തടത്തെ കൊണ്ടുപോവുകയും ചെയ്യും. അതായത് മറ്റുള്ളവർ എന്ന് പറയുന്നത് ദൈവഹിതത്തിൻ്റെ ഒരു മേഖലയാണ്. അതിനായി നീ സമർപ്പിക്കുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മീയതയിൽ നിൽക്കുന്ന പല ആളുകൾക്ക് പോലും ഈ ഒരു ബോധ്യമില്ല. സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളും സ്വന്തം നിശ്ചയങ്ങളും അതാണ് പ്രധാനപ്പെട്ടത്. ഇതിനപ്പുറം കടക്കാൻ പറ്റുന്നില്ല. അതിനപ്പുറം കടക്കുമ്പോഴേ തീർച്ചയായും നമ്മൾ വളരുകയുള്ളൂ. നമുക്കറിയാം, ഒരു കോഴിമുട്ട പൊരുന്ന് വെച്ചിട്ട് ആ കോഴിമുട്ട എന്നും അങ്ങനെ തന്നെ ഇരുന്നാൽ ഒരിക്കലും കുഞ്ഞ് വിടരുകയില്ല. ഒരു 18 ദിവസം 19 ദിവസം 20 ദിവസം കഴിയുമ്പോഴും അകത്ത് നിൽക്കുന്ന കോഴിക്കുഞ്ഞ് ആ മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തു വരണം. എങ്കിലേ ആ കോഴിക്കുഞ്ഞ് നടക്കാനും ചലിക്കാൻ തുടങ്ങുള്ളൂ. സ്വന്തം ഇഷ്ടങ്ങളുടെ സുരക്ഷിത വലയങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്ത് ചാടുന്നതാണ് ആത്മീയതയിലെ വളർച്ച. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മളൊക്കെ തന്നെ ഓർക്കണം, ആത്മീയമായി വളരാൻ പോകുന്നത് സ്വന്തം ഇഷ്ടങ്ങൾക്ക് അപ്പുറം കടക്കുമ്പോഴാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് എപ്പോഴും സുരക്ഷിതത്വമുണ്ട്, സ്വന്തം ഇഷ്ടങ്ങൾക്കൊരു സുഖമുണ്ട്. സ്വന്തം ഇഷ്ടത്തെ ജീവിക്കുമ്പോൾ അധികമായ പ്രശ്നങ്ങളുണ്ടാകില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, അത് വളർച്ചയായി മാറും. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മദർ തെരേസയെ അനുസ്മരിക്കുകയാണ്. മദർ തെരേസ അൽബേനിയ രാജ്യത്ത് ജനിച്ചു വളർന്ന ആഗ്നസ് എന്ന് പറയുന്ന പെൺകുട്ടിയും കോൺവെൻറ്റിൽ ചേർന്ന് ഇന്ത്യയിൽ വന്ന് ഒരു സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ സുരക്ഷിതമായ ഒരു ജീവിതപാതയുണ്ടായിരുന്നു. ഒരു സാധാരണ സിസ്റ്ററിനെ എപ്പോൾ രാവിലെ എഴുന്നേറ്റു, പ്രാർത്ഥനയില്ലേ, കുർബാന കണ്ടു, പത്രം വായിച്ചു, സ്കൂളിൽ പോയി പിള്ളേരെ നോക്കി, ഉച്ചയ്ക്ക് വന്ന് സാധാരണ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കിടന്നുറങ്ങി. ഒരു സാധാരണ ജീവിതം. ഭാര്യ എന്നുള്ള ഉത്തരവാദിത്തങ്ങളില്ല, അല്ല ഒരു അമ്മ എന്നുള്ള ഉത്തരവാദിത്തങ്ങളില്ല, ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തകളില്ല, രോഗത്തെക്കുറിച്ച് ഉൾക്കണ്ടില്ല, ഒന്നുമില്ല. സാധാരണ ജീവിതം, സുരക്ഷിതമായ ലൈഫാണ്. പക്ഷെ അവിടെ നിന്ന് ആ സുരക്ഷിത വലയത്തിൽ നിന്ന് പുറത്ത് ചാടാൻ മദർ തെരേസയുടെ മനസ്സ് ദൈവാത്മാ പ്രേരിപ്പിക്കുകയായിരുന്നു കുറേ നാളുകളായി. മദർ തെരേസയുടെ മനസ്സ് ദൈവം തോന്നിച്ചെന്താ, നീ ഇവിടെ നിൽക്കേണ്ടതല്ല, നീ പുറത്തിറങ്ങ്, നീ പുറത്തിറങ്ങ്, നീ പുറത്തിറങ്ങ്. അത് പുറത്തിറങ്ങുക എന്നുള്ള ദൈവഹിതത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ മുമ്പിൽ വഴികളൊന്നുമില്ല.
പൂർണ്ണമായി അടഞ്ഞ വഴികൾ. 10 പൈസ കയ്യിലില്ല. ആളുകളൊക്കെ കുറ്റപ്പെടുത്തി പറയും, ആളുകളൊക്കെ വിമർശിക്കും, സ്വന്തത്തിൽപ്പെട്ടവർ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. പക്ഷേ എങ്കിലും ആ ദൈവഹിതത്തിലേക്ക് എടുത്തു ചാടുമ്പോഴാണ് ആ തെരേസ എന്ന് പറഞ്ഞ സിസ്റ്റർ മദർ തെരേസയാവുകയും ലോകത്തിന് മുഴുവൻ അമ്മയായി മാറുകയും ചെയ്തു. ആ മഠത്തിൻ്റെ സുരക്ഷിത വലയങ്ങൾക്കുള്ളിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ യാതൊരു അല്ലലും അലച്ചില്ലാതെ പോകാമായിരുന്നു. പക്ഷേ അതിൻ്റെ വളർച്ച അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കോൺവെൻറ്റ് ലൈഫിൻ്റെ പുറത്തേക്ക് കടന്നിട്ട് ആ കൽക്കട്ടയിൽ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ, പാവപ്പെട്ട കൂടെയൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായും അതിൻ്റേതായ വിഷമങ്ങളുണ്ട്. പക്ഷെ ആ വിഷമമാണ് ആ സിസ്റ്ററിനെ ദൈവിക മേഖലയ്ക്ക് വിശുദ്ധിയിലേക്ക് എത്തുന്നത്. ഒരു പുഴ സാധാരണ പോലെ ഒഴുകിപ്പോയാൽ ഇങ്ങനെ അങ്ങ് ഒഴുകി പോകാം. 2 സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ കുറച്ച് വെള്ളം കൊടുക്കാം. കുറേ ആളുകൾ അതിനകത്ത് കുളിക്കുമായിരിക്കും, ചില തുണി അലക്കുമായിരിക്കും, ചില ആൾക്കാർ കന്നുകാലി വെള്ളം കുടിക്കുമായിരിക്കും. ഇങ്ങനെ ഒഴുകിപ്പോകാം സാധാരണ ജീവിതം. അതിന് അത്രയും റേഞ്ചുള്ളൂ വളർച്ചയുടെ. പക്ഷേ ഈ പുഴയ്ക്കൊരു ഡാം കെട്ടിക്കഴിഞ്ഞിട്ട് ഈ ഡാമിലെ വെള്ളം താഴെ കുത്തനെ ചാടിച്ചു കഴിയുമ്പോൾ, ആ ചാടുമ്പോൾ അവിടെ വെച്ചേക്കുന്ന ടർബൈനിൽ വെള്ളം വീണ് കഴിഞ്ഞ് കറങ്ങുമ്പോൾ അവിടെ വൈദ്യുതി ഉണ്ടായിക്കഴിയുമ്പോൾ ആ വൈദ്യുതി സ്റ്റോർ ചെയ്ത് പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എത്രയോ ഭവനങ്ങളിൽ ആ പ്രകാശം ഉണ്ടാകുന്നത്. ഇടുക്കി ഡാമൊക്കെ അങ്ങനെയല്ലേ? ഒഴുകി വരുന്നൊരു പുഴ അനസ്യൂത പെരിയാർ ഒഴുകിപ്പോകാതെ തടഞ്ഞു നിർത്തി അതിലെ വെള്ളം ശേഖരിച്ച് അത് മൂലമറ്റം പവർ ഹൗസിലേക്ക് ചാടിച്ചു കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന വൈദ്യുതി എത്രയോ യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കും, എത്രയോ വീടുകളിൽ പ്രകാശം കൊടുക്കും, എത്രയോ മെഷീനുകൾക്ക് ജീവൻ കൊടുക്കും. സാധാരണ പോലെ ഒഴുകിപ്പോയിരുന്നതിൽ അങ്ങനെ അങ്ങ് പോയേനെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എടുത്തുചാട്ടങ്ങൾ, ദൈവഹിതത്തിന് മുമ്പിലുള്ള എടുത്തുചാട്ടങ്ങളാണ് എന്നും വളർച്ചയും ഉയർച്ചയുമായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഉയർന്നു മാറാനുള്ള ഒരു വലിയ ധീരതയാണ് ആത്മീയത ഉണ്ടാകേണ്ടത്. അതാണ് പറഞ്ഞു വെച്ചത്, നീ മറ്റുള്ളവർ നിന്നെ കൊണ്ടുപോകുമ്പോഴും നീ എന്നെ അനുഗമിക്കുക. ദൈവത്തെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിൻ്റെ വഴികൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. എന്നെക്കുറിച്ച് ദൈവം എന്താണ് ചിന്തിക്കുന്നത്? ചിലപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കാനായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ അല്ലാതെ നിൽക്കാനായിരിക്കാം. ആ അവസ്ഥയും ഉൾക്കൊള്ളുമ്പോഴാണ് ആത്മീയമായി നമ്മൾ വളരാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ തീരുമാനങ്ങളാണ്, നമ്മുടെ യുക്തികളാണ് എപ്പോഴും ശരിയെന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത്. ചിലപ്പോൾ മറ്റുള്ളവരിലൂടെയും അധികാരികളുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരിലൂടെയൊക്കെ ദൈവഹിതം ഇങ്ങനെ പൂ വിരിയുന്ന പോലെ വിരിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾക്കപ്പുറത്തും നമ്മളത് കാണേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം നമ്മൾ സംസാരിക്കുമ്പോഴും ആരെങ്കിലും നമ്മൾ ഉപദേശിക്കുമ്പോഴൊക്കെ അവിടെ ദൈവഹിതത്തിൻ്റെ പ്രഭാതങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതിന് വിധേയപ്പെടാൻ, അനുസരിക്കണം, സ്വന്തം ഇഷ്ടം സമർപ്പിക്കണം. അതാണ് പരിശുദ്ധ മറിയം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിൻ്റെ അപ്പുറം കടക്കുമ്പോൾ ആ മറിയം എല്ലാ കാലത്തും ദൈവഹിതത്തിൻ്റെ അമ്മയായി മാറിയം. മറിയത്തെ പ്രത്യേകം അനുസ്മരിക്കാൻ കാരണം എന്താ? എല്ലാ തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പറയാൻ കാരണം എന്താ? അവൾ സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ, പ്രത്യേക ദൈവ പദ്ധതിക്ക് വേണ്ടിയുള്ള ഇഷ്ടങ്ങളെ പ്രിയപ്പെട്ടതായി കണക്കാക്കി. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം വിശുദ്ധ കുർബാന മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അപ്പുറത്തായി ദൈവം എന്നോട് എന്താവശ്യപ്പെടുന്നു, ദൈവത്തിൻ്റെ മനസ്സെന്താണ്, അത് മറ്റുള്ളവരിലൂടെ അധികാരികളുടെയും കൂടെ നിൽക്കുന്ന ആളുകളെ വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിനായി ഞാൻ സമർപ്പിക്കുകയാണ്. അവിടെയാണ് വളർച്ച ഉണ്ടാകുന്നത്. ദാവീദ് എന്ന വ്യക്തിക്ക് ദേവാലയം പണിയാൻ ഭയങ്കര മോഹമായിരുന്നു. ദേവാലയം പണിയാൻ വേണ്ടി സ്വത്തുണ്ട്, പട്ടാളക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവം പറഞ്ഞു, ദാവീദ് നീ അല്ല ദേവാലയം പണിയേണ്ടത്, നിൻ്റെ മകൻ സോളമൻ പണിതാൽ മതി എനിക്ക് ദേവാലയം. സോളമൻ അന്ന് ചെറിയ പയ്യനാണ്. അയ്യോ, ഈ പയ്യനേക്കാൾ നന്നായി എല്ലാം മാനേജ് ചെയ്യാൻ എനിക്ക് കഴിവുണ്ടെന്ന് ദാവീദ് പറഞ്ഞിട്ടും കർത്താവ് പറഞ്ഞു, ഇല്ല, നീ അല്ല എനിക്ക് ആലയം പണിയേണ്ടത്, സോളമനാണ്. ചരിത്രം നമുക്കറിയാം, സോളമനാണ് ദേവാലയം പണിയിപ്പിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതി അതാണെങ്കിൽ അതങ്ങ് വിട്ടുകൊടുക്കണം. അതുകൊണ്ട് ഞാൻ തന്നെ പണിയുമെന്ന് ചാടി പിടിച്ചതെങ്കിലോ ഒരിക്കലും പണി പൂർത്തിയാക്കാൻ ദാവീദിന് പറ്റില്ല. നമ്മൾ തന്നെ ചെയ്യും ചില കാര്യങ്ങളെന്ന് ചാടി പിടിക്കുമ്പോൾ അവിടെയൊക്കെ പാളിച്ചകളും പരാജയങ്ങളായിട്ടും. മറിച്ച് ദൈവഹിതത്തിൻ്റെ പ്രവാഹത്തിൽപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം ശുഭമായി പോകാൻ തുടങ്ങും. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീരുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും.
ദൈവഹിതത്തിൻ്റെ പ്രവാഹത്തിൽപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം ശുഭമാകാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് ദൈവമേ, നിൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ചിന്തകളെയും എൻ്റെ ബുദ്ധിയെയും എൻ്റെ ആഗ്രഹങ്ങളെയും ഒക്കെ സമർപ്പിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രത്യേകമായി ദിവ്യകാരുണ്യനാഥനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കൈകൾ തുറന്നു പിടിച്ച് നമുക്ക് മനസ്സിലോർക്കാം. നമ്മുടെ ഇഷ്ടങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും നമ്മൾ ഏറ്റുമുട്ടുന്ന നിമിഷങ്ങൾ. ഇവിടെ ഞാൻ എൻ്റെ ഇഷ്ടത്തേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കായി ഞാൻ സമർപ്പിക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് എനിക്ക് നൽകുന്ന നല്ല പ്രചോദനങ്ങൾക്കായി ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് അയച്ചു തരുന്ന എല്ലാ സന്ദേശങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും സ്വീകരിക്കുവാനായി എന്നെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സ്വന്തം ഇഷ്ടത്തേക്കാൾ എൻ്റെ തീരുമാനങ്ങളെക്കാൾ ദൈവഹിതത്തിനായി എന്നെ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാനുഷിക രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ നല്ല കർത്താവേ, അങ്ങേ വഴികളിലേക്ക് എന്നെ ചേർത്ത് നിർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പുകളിലും അങ്ങേ ഹിതമനുസരിച്ച് നടക്കുവാനായി എന്നെ ശക്തിപ്പെടുത്തണമേ. ബലഹീനനായി ഞാൻ വീണു പോകുമ്പോൾ അങ്ങയുടെ വഴിത്താരയിൽ എന്നെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ സ്തോത്ര, ദൈവമായ കർത്താവേ സ്തോത്ര. ആരാധിക്കും ദൈവമേ, ആരാധിക്കും ദൈവമേ, ആരാധിക്കും ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.